മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ചെറിയ ഒരു വാർത്ത ന്യൂസ് പേപ്പറിൽ കാണുകയുണ്ടായി. സനാതനധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകമായ നവരാത്രി ആഘോഷം, അതിൽ ഭാരതം മുഴുവനും ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും ആഘോഷിക്കുന്നു. അതിൽ ആയുധപൂജയും പുസ്തകപൂജയും വിദ്യാരംഭവും നമ്മൾ സനാതന ധർമ്മ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവര് അനുശാസിക്കുന്നുണ്ട്. ഈ ചടങ്ങുകളൊന്നും സെമറ്റിക് മതങ്ങൾ, ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ജൂതന്മാരോ അനുശാസിക്കാറില്ല. ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എങ്കിലും ഭാരതവൽക്കരണം എന്ന ശുദ്ധ തട്ടിപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ഓണപ്പൂക്കളമിട്ട് നടുക്ക് കുരിശുവെക്കുന്നതും പള്ളികളിൽ തോന്നിയ സ്ഥലത്ത് ധ്വജസ്തംഭം വെച്ച് അതിൻ്റെ മുകളിൽ കുരിശുവെക്കുന്നതും ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ കൽവിളക്കിൻ്റെ മുകളിൽ കുരിശുവെക്കുന്നതും ത്യാഗത്തിൻ്റെയും അഗ്നിയുടെയും നിറമായിട്ടുള്ള കാവി അച്ഛന്മാരും മറ്റുള്ളവരും ഉപയോഗിക്കുന്നതും വേദമന്ത്രങ്ങൾ പോലെ ക്രിസ്തുവിൻ്റെ മന്ത്രങ്ങൾ എഴുതുന്നതും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും വെടിക്കെട്ടും അന്നദാനവും ഉത്സവങ്ങളും അതുപോലെ ആറാട്ടും പറയെടുപ്പുമെല്ലാം ഹിന്ദുക്കളുടേതായ രീതിയിൽ സ്വീകരിക്കുന്നതുമെല്ലാം 100% ദുരുദ്ദേശപരമാണ്. അത് ഈ നാടിൻ്റെ സംസ്കാരം സ്വീകരിക്കുന്നു എന്ന പേരിൽ ഹൈന്ദവ ജനതയെ പറ്റിച്ച് മതം മാറ്റാനും അല്ലെങ്കിൽ സെക്യുലറിസവും ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളുമാണ് ഞങ്ങളെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയുള്ള നീചകർമ്മങ്ങളുടെ ഒരു പരമ്പരയിലെ ഒരു ഭാഗം. പുറത്ത് മതേതരത്വവും സോഷ്യലിസവും സർവമത സമഭാവനയുമെല്ലാം പ്രഖ്യാപിക്കുകയും അകത്ത് മുഴുവനും അവനവന്റെ പള്ളി, അവനവന്റെ മതം, അവനവന്റെ ആൾക്കാരുടെ എണ്ണം കൂട്ടല്, അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. മറ്റൊരു രീതിയിലൂടെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഒരു അരവിന്ദാക്ഷമേനോൻ എന്നൊരു ക്രിസ്ത്യാനിയുണ്ട്, പാലയില് കോശി എബ്രഹാം എന്നൊരു ക്രിസ്ത്യാനിയുണ്ട്, ഗമായേല് എന്നൊരു ക്രിസ്ത്യാനി ഇവിടെ പാറശാലയിലുണ്ട്. അങ്ങനെ ഒരു പരമ്പര ക്രിസ്ത്യാനികള് വേദത്തിൽ പറയുന്ന പ്രജാപതി യേശുക്രിസ്തുവാണെന്നും ആ പ്രജാപതിയെ യാഗം ചെയ്തു എന്ന 100% അബദ്ധജടിലമായ വരികളിലൂടെ തോന്നിയതെഴുതി 100% കള്ളത്തരത്തിന് അനുകൂലമായി നിൽക്കുന്ന ബിഷപ്പുമാരുടെ മുഖവരയോടുകൂടി പുസ്തകം പ്രസിദ്ധീകരിച്ചതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയുണ്ടായി. അതെല്ലാം ഒരു ചളിപ്പുമില്ലാതെ ഈ പിതാക്കന്മാര് എന്ന് പറയുന്ന ബിഷപ്പുമാരും കർദിനാൾമാരും 100% കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു മതം ആരംഭം മുതൽക്ക് തന്നെ കള്ളത്തരമാണ് എന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ആദവും അവയും ഉണ്ടായത് ദൈവം 7-ാം ദിവസം ഉണ്ടാക്കി. ഡാർവിന്റെ തിയറിക്ക് എതിരാണതെന്നും ഇപ്പൊ പോപ്പ് ഡാർവിന്റെ തിയറി സ്വീകരിച്ചു. കന്യാമറിയത്തിൽ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത് 150% അബദ്ധം. പുരുഷ സംസർഗമില്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചെങ്കിൽ വേറെന്തോ കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു അന്ന് നിലനിന്നിരുന്ന നിയമാവലികൾ ലംഘിച്ച് പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിനെ കല്ലെറിയുന്നു. അദ്ദേഹത്തിനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച്
പീലാത്തോസ് അദ്ദേഹത്തിനെ കുരിശിലേറ്റി. അല്ലാതെ ആദത്തിന്റെയും അവ്വയും 2 കുട്ടികളെ ഉണ്ടാക്കിയതിൽ ആ പാപത്തിന് വേണ്ടിയായി യേശുക്രിസ്തു കുരിശിലേറിയതെന്നുള്ള തനി വഞ്ചനയും തട്ടിപ്പും ചതിയും ചേർന്ന കഥ അവിടെ നിന്ന് ആരംഭിക്കുന്നു ക്രിസ്തുമതം. അത് കഴിഞ്ഞ് യേശുക്രിസ്തു മരിച്ചത് നിങ്ങൾ പാപികൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. മനുഷ്യരെല്ലാം പാപികളാണെന്ന് പറഞ്ഞ് ആ പാപത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേര് കുരിശിലേറി എന്ന് പറയാം. കുരിശിൽ മരിക്കാത്ത യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറയാം. മരിച്ചു കഴിഞ്ഞ വ്യക്തി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാം. ഉയർത്തെഴുന്നേറ്റ വ്യക്തി എങ്ങോട്ടോ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാം. ഒരൊറ്റ വരി പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത യേശുക്രിസ്തുവിന്റെ കഥ. സെൻസസിന് വേണ്ടി പോയ വഴിയില് മറിയവും ജോസഫും സെൻസസിന് വേണ്ടി പോയ വഴിയിൽ വെച്ച് കന്യാമറിയം പ്രസവിച്ചു. ആ കുട്ടിയെ ഒരു പുൽത്തൊട്ടിയിൽ വെച്ചു എന്നുള്ളതിന് പുൽത്തൊട്ടിയിലാണ് യേശുക്രിസ്തു ജനിച്ചത് എന്നുള്ളതാക്കി തീർക്കുക. അങ്ങനെ ഒരു മതം കള്ളത്തരത്തിലെ കഥകളിലൂടെ മാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുമതമാണ് എന്നും അത് കള്ളത്തരാണെന്ന് അറിഞ്ഞതുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും അത് 100% തിരസ്കരിച്ചതെന്നും ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ഒരു കാര്യം ഇന്നലെ കാണാൻ സാധിച്ചു. 2-3 ക്രിസ്ത്യാനികൾ തന്നെയാണ് എനിക്ക് അതിൻ്റെ ഒരു പത്രവാർത്ത അയച്ചു തന്നത്. അതിൽ പ്രധാന ഭാഗം ഇതാണ്. കോട്ടയം സെന്റ് ബസേലിയോസ് പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലീമസ് കത്തോലിക്ക ബാവ എഴുത്തുകൂദാശ വെഞ്ചരിച്ചു. എഴുത്തുകൂദാശ എന്നുവെച്ചാല് വിദ്യാരംഭം, അതിന് പുതിയ പേരാണ് എഴുത്തുകൂദാശ വെഞ്ചരിച്ചു. ആ വെഞ്ചരിക്കുന്ന കർമ്മത്തിന് മുമ്പ് അദ്ദേഹം ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ഈ ചടങ്ങ് ഹിന്ദുക്കളും മറ്റുള്ളവരുമെല്ലാം സ്വീകരിച്ച് രാഷ്ട്രത്തിന്റെ ഐക്യം ഉണ്ടാക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ക്രിസ്തുവിന് യഹോവ ജ്ഞാനം നൽകുന്ന ദിവസമാണ് വിജയദശമി എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഈ പട്ടാപ്പകലി കള്ളത്തരം ചെയ്യാൻ ഒരു നാണവും ഒരു വേദനയും ഒരു വിഷമവുമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ കുഞ്ഞാടുകൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്നല്ലോ മക്കളെ എന്ന് എനിക്ക് തോന്നാം. 2 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ ഇതുപോലെ വിജയദശമി ദിവസം വിദ്യാരംഭം നടത്തുന്നതിന് എതിരെ അത് ഹിന്ദുക്കളുടേതാണ്, ഒരിക്കലും ക്രിസ്ത്യാനികൾ എടുക്കരുതെന്ന് പറഞ്ഞ് 2 വിഭാഗം ക്രിസ്ത്യാനികൾ തമ്മിൽ നടു റോട്ടില് തല്ലുകൂടിയപ്പോൾ 8 വാൻ പോലീസുകാർ വന്നിട്ടാണ് തടഞ്ഞത്. അപ്പൊ ക്രിസ്ത്യാനിയും വിജയദശമിയും ബൈബിളിലോ വിദ്യാരംഭം ബൈബിളിലോ ഒന്നുമില്ലെന്ന് ഈ ക്ലീമസ് തിരുമേനിക്ക് അറിയാം. പക്ഷെ പട്ടാപ്പകല് കള്ളത്തരം 2000 വർഷം ചെയ്യുന്നതിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ തിരുമേനി? ഈ ഒരു യഹോവ ക്രിസ്തുവിന് ജ്ഞാനം നൽകുന്ന ദിവസമാണ് വിജയദശമി എന്ന് പറയാൻ അങ്ങക്ക് അല്പമെങ്കിലും ലജ്ജ തോന്നുന്നില്ലേ? തെറ്റാണെന്ന് ജനതയ്ക്ക് അറിയാം ഇത് എന്നുള്ളത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ 2000 വർഷവും ഇത് ആഘോഷിക്കേണ്ടതല്ലേ? അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇപ്പൊ മാത്രം എന്തുകൊണ്ട് തുടങ്ങി? അങ്ങനെ യഹോവ യേശുക്രിസ്തുവിന് ജ്ഞാനം നൽകുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളും ഇത് ആചരിക്കണ്ടേ? ഇത് ബൈബിളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞ കാവി ഉടുത്ത കുട്ടിയെ എഴുത്തിനിരുത്തുന്ന ഫോട്ടോയോടുകൂടി കാണിച്ച ആ തിരുമേനിയുടെ മറ്റൊരു പ്രലംബനവും കൂടിയുണ്ട്, പ്രസംഗവും കൂടിയുണ്ട്. മിശിഹ രാത്രിയാണ് മഹാശിവരാത്രിയായി തീർന്നതെന്നും യേശു ശിഷ്യന്മാരുമായി ഉറങ്ങാതെ കിടന്ന രാത്രിയാണ് ശിവരാത്രി എന്നും ആ ശിവരാത്രി ഉറക്കം വിളിച്ചിരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സത്യത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലീമസ് കത്തോലിക്ക ബാവയ്ക്ക് ഇത് സത്യമാണെന്ന് പറയാൻ സാധിക്കുമോ? തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തലയോടിന് ഇത്രയുമധികം കപ്പാസിറ്റി
ഒരു മേജർ ആർച്ച് ബിഷപ്പിന് ഉണ്ടാവുമോ? പച്ച നുണ പറഞ്ഞു പരത്താൻ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന ആത്മീയ പിതാവെന്ന് മറ്റുള്ളവരറിയാതെ അബദ്ധത്തിൽ വിളിക്കുന്ന അങ്ങക്ക് ഈ പച്ച നുണ എങ്ങനെയാ പറയാൻ സാധിക്കാ തിരുമേനി? അതായത് യേശു ശിഷ്യന്മാരുമായി ഉറങ്ങാതെ കിടന്ന രാത്രി. ഓർക്ക, അങ്ങക്ക് ബൈബിൾ അറിഞ്ഞൂടെങ്കിൽ പറയാം, യേശു പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങാതിരുന്നില്ല. യേശു ശിഷ്യന്മാരോട് പറയുകയും ചെയ്തു, ഞാൻ അല്പസമയം പ്രസംഗിക്കാൻ പോയ സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാതെ ഉറങ്ങിയ അത്ര പോലും ഗുരുഭക്തി കാണിച്ചില്ല എന്ന് പറഞ്ഞത് മാർ ക്ലിമോസ് ബസേലിയോസ് എന്തൊക്കെയോ ഓസിന് അറിഞ്ഞൂടെ തിരുമേനി? എന്തിനാ തിരുമേനി കള്ളത്തരത്തിലൂടെ ഇങ്ങനെ ഒരു മതം പ്രചരിപ്പിക്കുന്നത്? എത്ര കാലം തിരുമേനി ഇത് നടക്കും? ഒത്തിരി നിങ്ങൾ കാണിക്കുന്നില്ലേ ഇന്ത്യയെ മതം മാറ്റാൻ? പോരെ അത് മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ പ്രചരിപ്പിച്ചതിന് ശേഷം അവസാനം ആ രാജ്യക്കാർ ഈ മതം ഉപേക്ഷിച്ചില്ലേ? ഇന്ന് ആ രാജ്യത്തിൽ കന്യാസ്ത്രീകളോ അച്ഛന്മാരോ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ പാർട്ട് ടൈമായിട്ട് ഒരു മനുഷ്യനും പള്ളിയിലേക്ക് വരാത്ത അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളെപ്പോലെയുള്ളവരല്ലേ ബസേലിയോസ് തിരുമേനി സാറേ? ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് ഉറക്കം വരില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ കട്ടൗട്ട് എനിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രത്തോടു കൂടിയ വാർത്ത അത് ഞാൻ എൻ്റെ ഇമെയിലിൽ ഇന്റർനെറ്റിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈശ്വര നിങ്ങൾ ഈ നാടിന്റെ പൈതൃകത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് മഹാശിവരാത്രി എന്ന് പറയുന്ന മിശിഹാരാത്രിയാണെന്നും യഹോവ യേശു ക്രിസ്തുവിന് ജ്ഞാനം നൽകിയതാണ് വിജയദശമി എന്നെല്ലാം പറയുമ്പോൾ സാമാന്യ ബോധമുള്ള ഹിന്ദുക്കളും അല്പമെങ്കിലും തലയ്ക്കകത്ത് എന്തെങ്കിലുമുള്ള പാപികളായ ക്രിസ്ത്യാനികളും സത്യം എന്നെങ്കിലും തിരിച്ചറിയുമ്പോൾ അവർ തിരിച്ച് ചോദിക്കില്ലേ തിരുമേനി, അത്രയും കാലം നിങ്ങൾ ജീവിച്ചിരിപ്പില്ല ആയിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കുക. കള്ളത്തരം എന്നും കള്ളത്തരമാണ്. അൾത്താരയിലിരുന്നുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും ന്യായവും പറയുന്ന നിങ്ങളെപ്പോലെയുള്ളവര് ആ കുഞ്ഞാടുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്ന് മാത്രം പറയുന്നു. പ്രണാമം, നമസ്കാരം.